കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ഫോർഗീവ്നെസ് ചലഞ്ചിലേക്ക് കടന്നാലോ? നിങ്ങൾ റെഡിയാണോ? 7 ഡേയ്സ് ഫോർഗീവ്നെസ് ചലഞ്ചിന് വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് പലതും നടന്നു കിട്ടാത്തത് നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന കുറേ ബ്ലോക്സ് കൊണ്ടാണ്. അതിലൊന്നാണ് നമ്മൾ ക്ഷമിക്കാത്തൊരവസ്ഥ, മറ്റുള്ളവരോട് വെറുപ്പ് വൈരാഗ്യം ഉള്ളിൽ കൊണ്ട് നടക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കതൊക്കെ മാറ്റണ്ടേ? റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ദിവസത്തിലേക്ക് കിടക്കാം. ഇന്ന് ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാര്യമാണ്. അത് നമ്മൾ ക്ഷമിക്കാനോ മറക്കാനോ ഒന്നും ശ്രമിക്കണില്ല. ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള വേദനയെ നമ്മൾ സത്യസന്ധമായിട്ട് അങ്ങ് അംഗീകരിക്കണം. പലപ്പോഴും നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വേദനിച്ചു, അല്ലെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ട് വിഷമമുണ്ടായി, പെയിൻ ഉണ്ടായി എന്ന് നമ്മൾ മറച്ചു പിടിക്കുന്നവരാണ്. ഒരിക്കലും നമ്മൾ പറയില്ല എനിക്കത് ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ഹൃദയം മുറിഞ്ഞു, അല്ലെങ്കിൽ എനിക്കത് വിഷമമായി എന്ന് നമ്മൾ പലപ്പോഴും പുറത്ത് പ്രകടിപ്പിക്കാറില്ല. പലപ്പോഴും മെയിൽസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, ആൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഭയങ്കര ബ്രേവ് അല്ലേ, ആൺകുട്ടികളല്ലേ, ആൺകുട്ടികൾക്ക് കരയാമോ, ഇങ്ങനെ വിഷമിക്കാമോ, ശക്തമായിട്ടിരിക്കണം. പലപ്പോഴും നമ്മൾ പറയും പെൺകുട്ടികളാണെങ്കിലും ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം, അപ്പോൾ എല്ലാവരും നല്ല ബ്രേവ് ആയിരിക്കണം, ശക്തമായിട്ടിരിക്കണം. ഇത് മറന്നേക്കുക, അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കാത്ത പെയിൻ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടും. അത് പിന്നീട് നമുക്ക് ഓവർ തിങ്കിങ് ആയിട്ട്, പലപ്പോഴും ആങ്സൈറ്റി ആയിട്ട്, ചിലപ്പോൾ ആങ്കറായിട്ട്, ചിലപ്പോൾ സാഡ്നെസ് ആയിട്ട്, ചിലപ്പോൾ ഇമോഷണൽ എക്സോഷനൊക്കെ ആയിട്ട് മാറും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മുടെ ഹൃദയം എന്താണ് അനുഭവിക്കുന്നതെന്ന് നമുക്ക് കേൾക്കാം. അതിനായിട്ട് എല്ലാവരും റെഡിയാണോ? റെഡിയാണെങ്കിൽ റെഡി എന്ന കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവോ? ഇനി എല്ലാവരും ഒരു ദീർഘനിശ്വാസം ഉള്ളിലേക്ക് നന്നായിട്ടെടുത്ത് കുറച്ച് നേരം അതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം പതുക്കെ വായിലൂടെ ഈ ശ്വാസം പുറത്തേക്ക് വിടുക. ഇപ്പം നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നില്ലേ? പലപ്പോഴും നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കാറാണ് പതിവ്, അല്ലേ? നമ്മൾ പലപ്പോഴും കരയാതിരിക്കും, ചിലപ്പോൾ അധികം ചിന്തിക്കേണ്ട, അത് വിട്ട് കളഞ്ഞേക്കെന്ന് പറയും നമ്മളോട് പലരും. നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് നമ്മൾ വളർത്തി വലുതാക്കുന്ന ആളുകൾ നമ്മളോട് ചെയ്യുന്ന കാര്യമാണ്. അപ്പം അത് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് അവരുടെയും കുറ്റമല്ല കേട്ടോ, അവർക്കും അങ്ങനെ തന്നെയാണത്. നമ്മളെല്ലാവരും വിക്ടിംസ് ഓഫ് വിക്ടിംസ് ആണ്. അപ്പം അവർക്കും കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് അനുസരിച്ചിട്ടാണ് അവർ നമുക്ക് പറഞ്ഞു തരിക. പക്ഷെ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനെല്ലാം സപ്രസ് ചെയ്ത് വെക്കുകയല്ലേ ചെയ്യണേ. നമ്മൾ വേദനയുണ്ട്, പക്ഷെ നമ്മൾ അതിനെല്ലാം കടിച്ചമർത്തി നമ്മൾ ഭയങ്കര ബ്രേവായിട്ട് നിൽക്കും. അപ്പം അങ്ങനെ സപ്രസ് ചെയ്യുന്ന ഇമോഷൻസ് ഒരിക്കലും ഡിസപ്പിയർ ആവുന്നില്ല, അതായത് അത് അവിടെ ഇല്ലാതാവുന്നില്ല, അവ നമ്മുടെ ഉള്ളിൽ തന്നെ തുടരും. അപ്പോൾ എന്ത് പറ്റും? അത് അൺഎക്സ്പ്ലെയിൻഡ് സാഡ്നെസ് ആയിട്ട്, അല്ലെങ്കിൽ പലപ്പോഴും ഒരു ഇറിറ്റേഷൻ ആയിട്ട്, അല്ലെങ്കിൽ പലപ്പോഴും ട്രസ്റ്റ് ഇഷ്യൂ ആയിട്ട്, ചിലപ്പോൾ അത് ലോൺലിനെസ് ഒക്കെ ആയിട്ട് മാറും ഭാവിയിൽ. ഹീലിംഗ് തുടങ്ങുന്നത് എപ്പോഴാണ് നിങ്ങൾക്കറിയോ? നമ്മൾ നമ്മളോട് തന്നെ പറയുമ്പോഴാണ് ഹീലിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്. അതെ, ഇതെന്നെ വേദനിപ്പിച്ചു എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയുമ്പോഴാണ് ഹീലിംഗ് നമുക്ക് സ്റ്റാർട്ടാവുക. അതെ, ഈ ഒരു കാര്യം എന്നെ വേദനിപ്പിച്ചു എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സെൻറ്റൻസ് പോലും നമ്മുടെ ഹീലിങ്ങിൻ്റെ ആദ്യ പടിയാകും. കാരണം അത്രയ്ക്കും ഇഫക്റ്റീവാണ് നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ. ഇന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അഭിനയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇന്ന് നിങ്ങൾ ഓണസ്റ്റ് ആയിരുന്നാൽ മതി. ഇനി നിങ്ങൾ പ്രാക്ടീസിലേക്ക് കിടക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് നേരം നിങ്ങളൊന്ന് ശാന്തമായിട്ടിരിക്കുക. മൊബൈലെല്ലാം ഒരിടത്ത് വെച്ചിട്ട്, നിങ്ങൾ കസേരയിൽ ഇരിക്കുന്നവരാണെങ്കിൽ കാലുകൾ തറയിൽ മുട്ടിച്ച് വെച്ചിട്ട്, നടു നിവർത്തി, കൈകൾ മടിയിൽ തുറന്ന് വെച്ചിട്ട്, കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. തറയിലിരിക്കുന്നവരാണെങ്കിൽ സുഖാസനത്തിൽ ഇരുന്നിട്ട് കൈകൾ മടിയിൽ ഇതുപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് മെല്ലെ കണ്ണുകൾ അടയ്ക്കുക, നടു നിവർത്തിയിരിക്കണം. എന്നിട്ടൊരു സ്ലോ ഡീപ്പ് ബ്രെത്ത് എടുക്കണം. എന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇന്നും എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് എന്താണ്? ഏത് മെമ്മറിയാണ് വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? ആരുടെ വേർഡ്സാണ് എന്നെ തകർത്തത്? ഞാനിപ്പോഴും എന്താണ് ഉള്ളിൽ വഹിക്കുന്നത്?
ഒരിക്കലും നിങ്ങളുടെ ഫീലിങ്സിനെ നിങ്ങളിപ്പോൾ ജഡ്ജ് ചെയ്യരുത്. നിങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. ഒരു പക്ഷേ ആരെങ്കിലും ഒരാൾ നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടാകാം. ഒരാൾ നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൊടുത്തിട്ടും വാല്യൂ തിരിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല, റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അതെന്ത് തന്നെ ആയിക്കോട്ടെ, ഇന്നത് നിങ്ങൾ ഡിനൈ ചെയ്യാതെ അതിനെ നിങ്ങൾ അക്നോളജ് ചെയ്യുക. അതായത് നിങ്ങളതിനെ ഇത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ കൈ നിങ്ങളുടെ ഹൃദയത്തിന് മുകളിൽ വയ്ക്കുക. എന്നിട്ട് ശാന്തമായിട്ട് പറയുക, എൻ്റെ വേദന യഥാർത്ഥമാണ്. എൻ്റെ ഇമോഷൻസ് വിലപ്പെട്ടതാണ്. ഇനി ഞാൻ എൻ്റെ ഫീലിങ്സിനെ മറച്ചു വെക്കേണ്ടതില്ല. വീണ്ടും ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക, സ്ലോലി. എന്നിട്ട് പതുക്കെ നിങ്ങൾ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. പലപ്പോഴും നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഒരു സംഭവം മാത്രമല്ല, നമ്മൾ പറയാതെ വെച്ച ഇമോഷൻസാണ്. നമ്മൾ കരയാതെ പിടിച്ചു നിർത്തിയ കണ്ണുനീരായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ലഭിക്കാത്ത അപ്പോളജീസ് ആയിരിക്കാം, നമുക്ക് പറയാൻ കഴിയാത്ത ഫീലിങ്സ്. ഇവയെല്ലാം നമ്മുടെ ഇമോഷണൽ ബാഗേജായിട്ട് മാറിക്കൊണ്ടിരിക്കും. പുറത്ത് നമ്മൾ ഭയങ്കര നോർമലായിട്ടൊക്കെ നമുക്ക് തോന്നും, മറ്റുള്ളവർക്കും തോന്നും. പക്ഷെ ഉള്ളിൽ നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും, തളർന്നു പോകും. നമ്മുടെ ഈ ചലഞ്ചിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷണൽ വെയിറ്റേജ് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ഒറ്റ ദിവസം കൊണ്ടല്ല, നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സോഫ്റ്റ്ലി ജെന്റ്ലി ആണ് നമ്മൾ ചെയ്യുന്നത്. ഹീലിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ പോസിറ്റീവായി അഭിനയിക്കുന്നതല്ല. ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓണസ്റ്റായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളിപ്പോൾ ചെയ്ത കാര്യത്തെ നിങ്ങൾ ജേണൽ ചെയ്യാൻ പോവാം. നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക, എന്നിട്ട് 3 കാര്യങ്ങൾ എഴുതണം. അതായത് സത്യസന്ധമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് എഴുതുക. അത് നിങ്ങളെ ഇമോഷണലി എങ്ങനെ ബാധിച്ചു എന്ന് എഴുതുക. അതായത് നിങ്ങളിപ്പോൾ ഈ എക്സസൈസ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടാവും. അതെപ്പോഴാണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത്, അത് നിങ്ങളെ എങ്ങനെ ഇമോഷണലി ബാധിച്ചു എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് റിജക്ഷൻ ആണോ തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങൾ റിജക്റ്റഡ് ആയി പോയതായിട്ട് തോന്നിയോ, ലോൺലി ആയിട്ടാണോ തോന്നിയത്, നിങ്ങൾക്ക് ദേഷ്യം വലുത് ഉള്ളിൽ കിടപ്പുണ്ടോ, അതോ നിങ്ങൾക്ക് സാഡ്നെസ് ഉണ്ടോ, എപ്പോഴും നിങ്ങൾ കരഞ്ഞു പോകുന്നുണ്ടോ, ഇപ്പോഴും നിങ്ങൾക്ക് റിസെൻമെൻ്റ് ആണോ, അതോ റിഗ്രറ്റ് ആണോ, അതോ ഗിൽറ്റ് ആണോ, അത് അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ആണോ, എന്താണ് നിങ്ങൾക്കുള്ളത്? അതായത് നിങ്ങളുടെ ഉള്ളിൽ വല്ല കുറ്റബോധമോ, അതോ നിങ്ങൾക്ക് അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമമോ, ഉള്ളിൽ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾക്ക് ആൻസർ ഇല്ലാതെയോ, ഇങ്ങനെ എന്താണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾ ഫ്രീ ആയിട്ട് എഴുതുക. ഇത് മറ്റാർക്കും വേണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അത് കൃത്യമായിട്ട് എഴുതിയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ വീണ്ടും കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ടൊരു സ്ലോ ഡീപ്പ് ബ്രെത്ത് എടുക്കുക. ആ ബ്രെത്ത് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയുക, ഞാൻ ശ്വസിക്കുന്നത് സമാധാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഹേൽ പീസ്. കുറച്ചു നേരം അത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. നിങ്ങളുടെ ഉള്ളിൽ സമാധാനം നിറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പതുക്കെ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ആ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ പറയുക മനസ്സിൽ, ഐ എം എക്സേലിംഗ് മൈ പെയിൻ. ഞാൻ എൻ്റെ വേദനയെ പുറത്തേക്ക് വിടുകയാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള വേദന ആ ശ്വാസത്തിലൂടെ പുറത്തേക്ക് പോകുന്നതായിട്ട്
അത് വളരെ കറുത്ത കളറിൽ അന്തരീക്ഷത്തിൽ പടരുന്നതായിട്ട്, തറയിൽ വീഴുന്നതായിട്ട് ഒക്കെ വിഷ്വലൈസ് ചെയ്യാം നിങ്ങൾക്ക്. അത് പുറത്തേക്ക് പോകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. വീണ്ടും നിങ്ങൾ ഇൻഹേൽ ചെയ്യുക. ഇൻഹേൽ കാംനെസ്. നിങ്ങൾ ശാന്തതയെ ഉള്ളിലേക്ക് പതിയെ എടുക്കുക ശ്വാസത്തിലൂടെ. കുറച്ചു നേരം ആ ശാന്തത അനുഭവിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ, അതായത് വായിലൂടെ മെല്ലെ ഊതി പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ നിങ്ങൾ എക്സേൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമോഷണൽ ഹെവിനെസ് ആണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഭാരത്തെ നിങ്ങൾ പുറത്തേക്ക് തള്ളിക്കളയുക. ഇപ്പോൾ നിങ്ങൾ ഏറെ നാളായി ചുമന്നുകൊണ്ട് നടക്കുന്ന ഇമോഷൻ ബർഡൻ താഴെ വയ്ക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നമ്മളെല്ലാ സമയത്തും ഈ വെയിറ്റ് ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ മനസ്സിനോട് ശാന്തമായിട്ട് പറയുക, ഞാൻ എൻ്റെ ഇമോഷൻസ് ഫീൽ ചെയ്യാൻ അനുവദിക്കുന്നു. ഞാൻ ഹീൽ ചെയ്യാൻ തയ്യാറാണ്. ഇനി ഞാൻ എൻ്റെ ഫീലിങ്സ് സപ്രസ് ചെയ്യേണ്ടതില്ല. ശാന്തമായിട്ട് നിങ്ങൾ ബ്രീത്ത് ചെയ്യുക. ഓരോ ബ്രീത്തിലും പറയുക, ഞാൻ സന്തോഷവും സമാധാനവും ശാന്തതയും ഇൻഹേൽ ചെയ്യുന്നു, ശ്വസിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് നീട്ടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുഭവിക്കുക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എന്താ പറയണ്ടേ? ഞാൻ എൻ്റെ പെയിനെയും എൻ്റെ മനസ്സിലെ ഭാരത്തെയും സങ്കടത്തെയും വിഷമത്തെയും എല്ലാം പുറത്തേക്ക് കളയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഈ എക്സസൈസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം നിങ്ങളുടെ ഉള്ളിൽ വന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പലർക്കും മനസ്സിൻ്റെ ഭാരം ഒഴിഞ്ഞു പോയതായിട്ട്. അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് സംഭവിച്ചിരിക്കും. ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് നിങ്ങൾക്കുണ്ടായ നിങ്ങൾ ചുമന്നുകൊണ്ടിരുന്ന പെയിനും നിങ്ങളുടെ ഭാരവും നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. ചിലർക്കെങ്കിലും അവരുടെ ശരീരത്തിൽ അനുഭവപ്പെട്ടിരുന്ന പല വേദനകളും ഇല്ലാതാകുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ എക്സസൈസ് കഴിഞ്ഞു. ഡേ 1 അവസാനിക്കുമ്പോൾ ഇത് നിങ്ങൾ ഓർക്കണം, നിങ്ങളൊരിക്കലും വീക്കല്ല. ഇന്നും വേദന അനുഭവപ്പെടുന്നത് ഹീലിംഗ് ഇല്ല എന്നർത്ഥമല്ല. ഹീലിംഗ് എപ്പോഴും തുടങ്ങുന്നത് നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആവുമ്പോഴാണ്. ഇന്നിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പെയിൻ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ അക്നോളജ് ചെയ്തു, ആ ഒരു സംഭവത്തെ അക്നോളജ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. അത് തന്നെയാണ് നിങ്ങളുടെ ആദ്യത്തെ വിജയം എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ അതുപോലെ തന്നെ ബാക്കി കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതാണ്. പിന്നെ ഒരു പോസിറ്റീവ് വൈബുള്ള കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.